നമുക്കിന്ന് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം ബിസിനസ്സിൻ്റെ. The following is the P&L account of Mr. Lal for the year ended 31st March 2020. Compute his taxable income from business. മിസ്റ്റർ ലാലിൻ്റെ പ്രോബ്ലമാണ് തന്നേക്കണേ. അതിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കിയിട്ട് ആളുടെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ തന്നേക്കണത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, വേജസ്, റെൻറ്റ്, റിപ്പയേഴ്സ് ഓഫ് കാർ, മെഡിക്കൽ എക്സ്പെൻസസ്, ജനറൽ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ ഓഫ് കാറ്, പിന്നെ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 89,000. ക്രെഡിറ്റ് സൈഡിൽ തന്നേക്കണത് സെയിൽസ്, ഗിഫ്റ്റ് ഫ്രം ഫാദർ, സെയിൽ ഓഫ് കാർ, ഇൻകം ടാക്സ് റീഫണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും ഐറ്റംസാണ് തന്നേക്കണത്. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഏതാണ് അലോ ചെയ്യേണ്ടത്, ഏതാണ് ഡിസലോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കണ്ടുവയ്ക്കുക. പക്ഷേ അതോടൊപ്പം നെക്സ്റ്റ് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇനി ഓരോ എക്സ്പെൻസും എത്ര ഡിസലോ ചെയ്യണം, എത്ര അലോ ചെയ്യണം എന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എവിടെ നിന്നാണ് തുടങ്ങാം? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് 89,000 അതാണ് എടുക്കേണ്ടത്. ഇനി ഡെബിറ്റിൽ ഓരോ ഐറ്റം നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് അലോ ചെയ്യാവുന്നതാണ്, പർച്ചേസസ് അലോ ചെയ്യാവുന്നതാണ്, വേജസ്, റെൻറ്റ്, റിപ്പയേഴ്സ് ഓഫ് കാറ്, മെഡിക്കൽ എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ ഓഫ് കാർ. നോർമലി നോക്കുമ്പോൾ ഈ എക്സ്പെൻസുകളെല്ലാം അലോവബിളാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളാണെന്ന് അസ്യൂം ചെയ്താൽ ഇതെല്ലാം അലോവബിളാണ്. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ വായിക്കുമ്പോഴാണ് ഇത് അലോവബിളാണോ ഡിസലൗഡ് ആണോ എന്ന് നമുക്കറിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ നോക്കിക്കോളൂ. മിസ്റ്റർ ലാൽ ക്യാരീസ് ഓൺ ഹിസ് ബിസിനസ് ഫ്രം എ റെൻറ്റഡ് പ്രെമിസസ്, ഹാഫ് ഓഫ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഹിസ് റെസിഡൻസ്. ബിൽഡിങ് ബിസിനസ് നടത്തുന്ന ബിൽഡിങ് വാടകയ്ക്ക് എടുത്തേക്കുന്നതാണ്. അതിൻ്റെ ഹാഫ് അയാൾ സ്വന്തമായിട്ട് താമസിക്കാൻ ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മൾ പഠിച്ചേക്കുന്ന നിയമം അനുസരിച്ച് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? 46,000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെൻറ്റ് ബിസിനസ് പ്രെമിസസിൻ്റെ ആണെങ്കിൽ ഫുള്ളി നമുക്ക് അലോ ചെയ്യാം. പക്ഷേ അതിലെന്താ പറഞ്ഞേക്കണേ? ഈ റെൻറ്റിൻ്റെ ഹാഫ് അയാൾ സ്വന്തമായിട്ട് താമസിക്കുകയാണെന്ന് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ 46,000ൻ്റെ ഹാഫ് ഡിസലോ ചെയ്യാം. സ്വന്തമായിട്ട് താമസിക്കുന്ന പോർഷൻ്റെ റെൻറ്റ് ഡിസലോ ചെയ്യുക, ബിസിനസ്സിൻ്റെ റെൻറ്റ് അലോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഡിസലോ ചെയ്യേണ്ട ഐറ്റം ഏതാണ്? റെൻറ്റിൻ്റെ പകുതി. ഇനി പറയണത് എന്താ? ദ യൂസ് ഓഫ് ദ കാർ വാസ് 3/4 ഫോർ ദ ബിസിനസ് ആൻഡ് 1/4 ഫോർ പേഴ്സണൽ യൂസ്. കാറിൻ്റെ എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. ഈ കാർ ഉപയോഗിക്കുന്നത് 3/4 ബിസിനസ് പർപ്പസിനും 1/4 എന്തിനു വേണ്ടിയിട്ടാണെന്ന്? പേഴ്സണൽ പർപ്പസിനും ആണെന്ന്. അപ്പോൾ കാറുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് എക്സ്പെൻസ് വന്നാലും അതിൻ്റെ 3/4 നമുക്ക് അലോ ചെയ്യാം, കാരണം ബിസിനസ്സിനാണ്. എന്നാൽ 1/4 നമ്മൾ എന്ത് ചെയ്യണം? ഡിസലോ ചെയ്യണം, കാരണം അത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ്, മെഡിക്കൽ എക്സ്പെൻസസ് വെർ ഇൻകേർഡ് ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹിസ് സിക്നെസ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ മെഡിക്കൽ എക്സ്പെൻസ് എന്തിനു വേണ്ടി വന്നേക്കണതെന്നാണ് പറയണേ? അയാൾക്ക് അസുഖം വന്നിട്ട് ചികിത്സിച്ചതിൻ്റെയാണെന്ന്. ബിസിനസ് റിലേറ്റഡ് ആണോ? അല്ല, പേഴ്സണലാണ്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ഡിസലോ ചെയ്യാം. അപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ഒട്ടും എടുക്കേണ്ട, ഡിസലോ ചെയ്യാം. വേജസ് ഇൻക്ലൂഡ് ₹250 പെർ മന്ത് ഓൺ അക്കൗണ്ട് ഓഫ് മിസ്റ്റർ ലാൽസ് ഡ്രൈവർ ഫോർ 10 months. അപ്പോൾ നമുക്ക് വേജസ് എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് തന്നേക്കണേ നോക്കൂ ക്വസ്റ്റ്യനിൽ. വേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 തന്നിട്ടുണ്ട്. അതിൽ ഒരു 250 രൂപ വെച്ച് പെർ മന്ത് 250 രൂപ വെച്ച് 10 മാസം അയാളുടെ ഡ്രൈവർക്ക് വേജ് കൊടുത്തതാണെന്ന്. ഓക്കെ. അപ്പോൾ കാർ ഡ്രൈവർക്കായിരിക്കും ആ ഒരു അസംഷനിൽ. അപ്പോൾ അത് പേഴ്സണലാണ്. 250 × 10 2,500 രൂപ നമ്മൾ അതിൽ നിന്ന് മാറ്റണം. പക്ഷേ കാറിൻ്റെ ഡ്രൈവറാണ്. കാർ എന്തിനാ ഉപയോഗിക്കണേന്ന് പറയണേ? 3/4 നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് പർപ്പസിനും ബാക്കി 1/4 പേഴ്സണൽ പർപ്പസിനുമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ 1/4 മാത്രം ഡിസലോ ചെയ്താൽ പോരെ? ഡ്രൈവറുടെ വേജിൻ്റെ 1/4 മാത്രം ഡിസലോ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നേക്കണേ. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണേന്നുള്ളത് നോക്കാം കേട്ടോ. പിന്നെ ഇൻകം സൈഡിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ. ഇൻകം സൈഡിൽ വരുമ്പോൾ ഗിഫ്റ്റ് ഫ്രം ഫാദർ, സെയിൽ ഓഫ് കാർ, ഇൻകം ടാക്സ് റീഫണ്ട്, ഇത് മൂന്നും നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് ആണ്.
ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം ഓഫ് മിസ്റ്റർ ലാൽ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. നേരത്തെ വരച്ച പോലെ തന്നെ 2 എമൗണ്ടുകളും ഒരു പർട്ടിക്കുലർ കോളവും. ഫസ്റ്റ് ആയിട്ട് എടുത്ത് എഴുതേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, ഔട്ടർ കോളം 89,000. ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. ഏറ്റവും ആദ്യം വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഐറ്റം റെൻ്റാണ്. റെൻ്റ് ഓഫ് പ്രെമിസസ് ബിസിനസ്സിന് ഉപയോഗിക്കുന്നത് അലൗഡാണ്, പക്ഷേ അതിൻ്റെ ഹാഫ് അയാൾ റെസിഡൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണേന്ന് പറയണു. അപ്പോൾ ആ 46,000-ൻ്റെ ഹാഫ് ഡിസലോ ചെയ്യുക, 23,000. ദെൻ കാർ എക്സ്പെൻസസ്, കാറിൻ്റെ 3/4 ബിസിനസ്സിനും 1/4 പേഴ്സണലാണ്. അപ്പോൾ കാറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും 1/4 ഡിസലോ ചെയ്യാം. റിപ്പയർ ഓഫ് കാർ 3,000 × 1/4 750. ഡിപ്രീസിയേഷൻ ഓഫ് കാർ 4,000 × 1/4 1,000. മെഡിക്കൽ എക്സ്പെൻസസ് അയാളുടെ സിക്നസിന് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അതും ഡിസലൗഡ് 3,000. വേജസ് ഓഫ് ഡ്രൈവറുടെ സമയത്തിൻ്റെ 3/4 ബിസിനസ് ആവശ്യത്തിന് സ്പെൻഡ് ചെയ്യണേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ 1/4 250 × 10 × 1/4 10 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 1/4 എടുക്കുക, 625. ടോട്ടല് 28,375. രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,17,375. ഇനി അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം നമുക്ക്? ഇൻകംസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ് ബട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതും എന്നാൽ ബിസിനസ് റിലേറ്റഡ് അല്ലാത്തതുമായിട്ടുള്ള ഇൻകംസ് നമുക്ക് മൈനസ് ചെയ്ത് കളയാം. ഗിഫ്റ്റ് ഫ്രം ഫാദർ 10,000. സെയിൽ ഓഫ് കാർ 17,000. ഇൻകം ടാക്സ് റീഫണ്ട്. ഇൻകം ടാക്സ് കൊടുക്കുന്നത് നമുക്ക് ബിസിനസ് റിലേറ്റഡ് അല്ല, അപ്പോൾ അതേപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ റീഫണ്ട് കിട്ടണതും ബിസിനസ് റിലേറ്റഡ് ഇൻകം അല്ല. പിന്നെ കാറ് വിറ്റ് കിട്ടണത് ബിസിനസ് റിലേറ്റഡ് ഇൻകം ആണോ? അല്ല. അപ്പോൾ അത് 2-3 കുറയ്ക്കാനുള്ളത്. ടോട്ടൽ 30,000. അത് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി കിട്ടുന്നതാണ് ടാക്സബിൾ ബിസിനസ് ഇൻകം 87,375. നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുള്ള അടുത്തൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. The following is the P&L account of Vigas Traders. You are required to compute business income. അത് പറഞ്ഞ് കുറേ ഡെബിറ്റ് ഡീറ്റെയിൽസും കുറേ ക്രെഡിറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബാലൻസ് ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഈ പ്രോബ്ലത്തിൻ്റെ അതർ പാർട്ടും കൂടെ വരുന്നുണ്ട്. മിസ് അപ്പോൾ ഈ ഒരു ഭാഗം പറഞ്ഞുതരാം. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വായിക്കുന്നതിന് മുൻപ് ഈ പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ ഇതിലേതാണ് അലോ ചെയ്യേണ്ടത് ഏതാണ് ഡിസലോ ചെയ്യേണ്ടതെന്ന് മനസ്സിൽ പറഞ്ഞു പോവാം. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ കണ്ടു കഴിയുമ്പോൾ വീണ്ടും അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം. നമുക്കിപ്പോൾ നോക്കാം. സാലറീസ് ആൻഡ് വേജസ് നോർമൽ കേസിൽ എന്താണ്? അലവബിൾ ആണ് അല്ലേ? നോർമൽ കേസിൽ കേട്ടോ. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റാം. പ്രൊപ്രൈറ്റേഴ്സ് സാലറി 20,000 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓണറുടെ സാലറി ഇൻകം ടാക്സ് വരെ അനുവദിക്കുമോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡിസലോ ചെയ്യുക, നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതും അതെ, ഓണറല്ലേ ക്യാപിറ്റൽ കൊണ്ടുപോകണേ, അപ്പോൾ അതുമ്പോൾ കൊടുക്കണേ ഇൻട്രസ്റ്റ്, അതും ഡിസലോ ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് നോർമൽ കേസിൽ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ അലവബിൾ എക്സ്പെൻഡിച്ചർ, അലോ ചെയ്യാവുന്നതാണ്. ഇനി അത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സോവനീറിലോ പബ്ലിക്കേഷനിലോ ആണ് കൊടുത്തു എന്ന് പറയണമെങ്കിൽ ഡിസലോ ചെയ്യുക. അതല്ലെങ്കിൽ വലിയ വലിയ സൈൻ ബോർഡുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് വരുത്തിയേക്കണമെന്നുണ്ടെങ്കിലും ഡിസലോ ചെയ്യുക. നോർമൽ കേസിൽ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ അലവബിൾ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പറയണ്ടോ എന്ന് നോക്കാം. ഫയർ ഇൻഷുറൻസ് പ്രീമിയം അലവബിളാണ്. ജനറൽ എക്സ്പെൻസസ് ഒരു ബിസിനസ്സിൽ ജനറലായിട്ട് വരുന്ന പല വക ചിലവുകളെയാണ് നമ്മൾ മിസ്സലേനിയസ് എക്സ്പെൻസ് എന്നും ജനറൽ എക്സ്പെൻസ് എന്നും പെറ്റി എക്സ്പെൻസ് എന്നൊക്കെ പറയണേ, അത് അലവബിളാണ്. ഇനി ബാഡ് ഡെറ്റ് അലവബിൾ എക്സ്പെൻസ് ആണ്. ബാഡ് ഡെറ്റ് റിസർവ് മാത്രമേ നമ്മൾ ഡിസലോ ചെയ്യാറുള്ളൂ. പിന്നെ ഡൊണേഷൻ അതോ ഗിഫ്റ്റ്, പ്രസൻറ്റ്, ചാരിറ്റി, ഡൊണേഷൻ എല്ലാം തന്നെ ഡിസലൗഡാണ്. ഡിപ്രീസിയേഷൻ മിസ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ പറഞ്ഞ പോലെ ചെയ്യുക, ഇല്ലെങ്കിലോ ഡിപ്രീസിയേഷൻ നമുക്ക് ഡെബിറ്റ് ചെയ്തേക്കണോ, അലവബിൾ എക്സ്പെൻഡിച്ചറാണ്, പ്രത്യേകിച്ചൊന്നും പറയാത്തടത്തോളം അതങ്ങനെ തന്നെ കിടന്നാൽ മതി. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻകം ടാക്സ് പറയുന്ന ഡിപ്രീസിയേഷൻ ഇത്രയാണെന്ന് തരുമ്പോൾ മാത്രം കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ചെയ്യുക. ഓക്കെ. ഇനി ഇൻകം ടാക്സ് അതോ
ഡിസലൗഡ് ആണ്. അഡ്വാൻസ് ഇൻകം ടാക്സ് ഡിസലൗഡ് ആണ്. കാർ എക്സ്പെൻസസ് ഡിസലൗഡ് ആണ്. ഡിസലൗഡ് ആണെന്ന് പറയാൻ പറ്റില്ല, കാർ എന്തിനാ ഉപയോഗിക്കണേന്ന് നോക്കണം. കാറ് പ്യുവർലി ബിസിനസ് പർപ്പസിനാണ് ഉപയോഗിക്കണമെങ്കിൽ ഫുള്ളി നമുക്ക് അലോ ചെയ്യാം. പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കണമെങ്കിൽ ഡിസലോ ചെയ്യാം. കുറച്ച് ഭാഗം പേഴ്സണലിയും കുറച്ച് ഭാഗം ബിസിനസ്സിനാണെങ്കിൽ ആ പേഴ്സണലി ഉപയോഗിക്കുന്നത് എത്ര പോർഷൻ ഉണ്ടോ അത് മാത്രം ഡിസലോ ചെയ്യാം. അപ്പോൾ ഇനിയും ബാക്കിയുണ്ട്. അത് തൊട്ടടുത്ത പേജിലായിട്ടാണ് കിടക്കണേ. 2 ഐറ്റം കൂടി ഉള്ളൂ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും ഉണ്ട്, നെറ്റ് പ്രോഫിറ്റും ഉണ്ട്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസലൗഡ് ആണ്. കാരണം ബാഡ് ഡെറ്റ് അലൗഡ് ആണ്, പക്ഷെ അതിൻ്റെ പ്രൊവിഷനും റിസർവുകളും എല്ലാം തന്നെ ഡിസലൗഡ് ആണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എടുക്കാനുള്ളത് ഈ 2 ഐറ്റം അടുത്തേലുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇൻകം സൈഡിലേക്ക് വരാം. ഗ്രോസ് പ്രോഫിറ്റ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെന്താ, ഡിവിഡൻറ്റും ഉണ്ട്. ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർസ് എടുത്തിട്ട് അതിന് കിട്ടുന്ന ഡിവിഡൻ്റാണ് അല്ലേ. അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഒരു ഐറ്റമാണ്, ഒരിക്കലും ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന ഇൻകം അല്ല. അതുകൊണ്ട് ആ ഇൻകം നമ്മൾ എടുക്കേണ്ട, മൈനസ് ചെയ്ത് കളയുക. പിന്നെ വരുന്നത് ഏതാ? ബാഡ് ഡെറ്റ് റിക്കവേർഡ്. അത് മിസ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞുതരാം കേട്ടോ, അവിടെ നിൽക്കട്ടെ. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് വരുന്നുണ്ട്. അതും ബിസിനസ് നടത്തിയിട്ട് കിട്ടുന്ന ഇൻകം അല്ല, സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കിട്ടുന്ന ഇൻകമാണ്, ടാക്സബിൾ മൈനസ് ചെയ്ത് കളയുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ വിറ്റിട്ട് കിട്ടുന്ന ലാഭം ബിസിനസ് ഇൻകം ആണോ? അല്ല, അതും മൈനസ് ചെയ്യുക. പിന്നെ ഗിഫ്റ്റ് ഓൺ ദ ഒക്കേഷൻ ഓഫ് സൺസ് മാരേജ്, മോൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ എമൗണ്ട് 10,000, അതും ബിസിനസ് റിലേറ്റഡ് അല്ല, മൈനസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ജനറൽ എക്സ്പെൻസസ് ഇൻക്ലൂഡ് 5,000 പെയ്ഡ് ആസ് കോമ്പൻസേഷൻ ടു ആൻ എംപ്ലോയി who had to remove from service and 6,600 as contribution paid to the government for laying electric cables for the company's plant. ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ജനറൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 14,000. ആ ജനറൽ എക്സ്പെൻസിൽ ഒരു പഴയ എംപ്ലോയിനെ, ഓൾഡ് എംപ്ലോയിനെ പിരിച്ചു വിടുകയാണ്. അങ്ങനെ പിരിച്ചു വിടുമ്പോൾ അയാൾക്ക് കൊടുത്ത കോമ്പൻസേഷൻ എത്ര രൂപയാണ്? ഒരു 5,000 രൂപ അയാൾക്ക് കൊടുത്ത കോമ്പൻസേഷനാണ് ജനറൽ എക്സ്പെൻസിൽ പെടുത്തിയേക്കണേന്ന്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ജനറൽ എക്സ്പെൻസ് ആണ് അലവബിൾ ആണ്. അതിൽ ഈ 5,000 അലവബിൾ ആണോ അല്ലയോ നോക്കുക. അലവബിൾ അല്ലെങ്കിൽ തിരിച്ചു കൂട്ടി വയ്ക്കുക. ഒരു എംപ്ലോയീനെ പിരിച്ചു വിടുമ്പോൾ അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് ബിസിനസ് റിലേറ്റഡ് ആണോ അല്ലയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബിസിനസ് റിലേറ്റഡ് ആണ് അല്ലേ? കമ്പനിയിൽ നിന്ന് എംപ്ലോയിനെ പിരിച്ചുവിടുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം. അത് ബിസിനസ് റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. കാരണം അത് ജനറൽ എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യേണ്ട. ഇനി 6,600 രൂപ കൊടുത്തേക്കണത് എന്തിനാന്ന് നോക്കി. കമ്പനിയുടെ പ്ലാന്റിൽ ഇലക്ട്രിക് കേബിൾസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തേക്കണ എമൗണ്ടാണ് 6,600. അതോ ബിസിനസ് നടത്തുന്ന പ്ലാന്റിൽ ഇലക്ട്രിക് കേബിൾ പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് തന്നെ, അല്ലാതെ അയാളുടെ വീട്ടിൽ മോളുടെ കല്യാണത്തിന് ലൈറ്റ് പിടിപ്പിച്ചതിൻ്റെ അല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അയാളുടെ മാരേജിനെ സംബന്ധിച്ച് LED ബൾബുകൾ പിടിപ്പിച്ചതാണെന്നോ അങ്ങനെ പറയുകയാണെങ്കിൽ അത് പേഴ്സണലാണ്. ഇലക്ട്രിക് കേബിൾ ബിസിനസ് പ്രെമിസസിൽ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ജനറൽ എക്സ്പെൻസിൽ പെടാവുന്നതാണ്, അലവബിൾ ആണ്. അപ്പോൾ അത് രണ്ടും നമ്മുടെ പ്രോബ്ലം ചെയ്യണതിനെ ബാധിക്കണില്ല എന്നർത്ഥം. ഓക്കെ, ഇനി രണ്ടാമത്തെ, ഡിപ്രീസിയേഷൻ ആസ് റിഗാർഡ്സ് ദ റെലവൻറ്റ് ബ്ലോക്ക് ഓഫ് അസറ്റ് അണ്ടർ ദ ആക്ട് 7,000. ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് അനുവദിക്കുന്ന ഡിപ്രീസിയേഷൻ 7,000 ആണെന്ന്. അപ്പം ഇങ്ങനെ വന്നാൽ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തിൽ P&L അക്കൗണ്ടിൽ തന്നിരുന്നു. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡിപ്രീസിയേഷനെ പറ്റി ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? ആ ഡിപ്രീസിയേഷൻ മൊത്തം അനുവദിച്ചു കൊടുത്തു, നമ്മളൊന്നും ചെയ്തില്ല. പക്ഷെ ഇവിടെ P&L അക്കൗണ്ടിൽ ഒരു ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. എന്നാൽ ഇൻകം ടാക്സുകാർ പറയുന്ന ഡിപ്രീസിയേഷൻ ഇതാണെന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുമുണ്ട്. അങ്ങനെ വന്നാൽ അതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം ഡിക്റ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ. നേരത്തെ മിസ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്നാ പറഞ്ഞത്, അത് തെറ്റ് പറ്റിയതാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിലല്ല മിസ്, ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെയാണ് ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, അത് നോക്കി പഠിച്ചേക്കാം കേട്ടോ. അടുത്തത്, കാർ എക്സ്പെൻസസ് ഇൻക്ലൂഡ് 1,000 മെൻറ്റ് ഫോർ പേഴ്സണൽ യൂസ്.
കാർ എക്സ്പെൻസിൽ 1000 രൂപ പേഴ്സണൽ യൂസിന് വന്നതാണെന്ന്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇനി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും എന്താ ചെയ്യണ്ടേ? പേഴ്സണൽ പർപ്പസിന് വന്ന 1000 രൂപ ഡിസലോ ചെയ്യുക. ഓക്കെ, ഇനിയാണ് ബാഡ് ഡെറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മിസ് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അല്ലേ. ബാഡ് ഡെറ്റ് റിക്കവേർഡ് നൗ ഹാഡ് നോട്ട് അലൗഡ് എർലിയർ. വളരെ ശ്രദ്ധിച്ചിരിക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ. ബാഡ് ഡെറ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൽ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട് 10,000 രൂപ അല്ലേ. ഈ 10,000 രൂപ ക്രെഡിറ്റ് അനുവദിക്കണോ അല്ലെങ്കിൽ അയാൾക്ക് ടാക്സബിൾ ആക്കണോ എന്നുള്ളതാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ബാഡ് ഡെറ്റ് റിക്കവർ ചെയ്തത് കഴിഞ്ഞ വർഷം അലോഡ് എർലിയർ ആണോ, അലോ കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കുക. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നോക്കുമ്പോൾ നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ അലൗബിൾ എക്സ്പെൻഡിച്ചർ അല്ലേ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് എഴുതാറുണ്ട്. നമ്മളങ്ങനെ എഴുതിയാലും ഇൻകം ടാക്സുകാർ അത് അനുവദിക്കണമെന്നില്ല. ചിലപ്പോൾ ഇൻകം ടാക്സ് അത് അലോ ചെയ്ത് തരും, ചിലപ്പോൾ അത് ഡിസലോ ചെയ്യും. അങ്ങനെ അലോ ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം ആ വർഷം നമുക്ക് ഡിഡക്ഷൻ കിട്ടിയെന്നാണ്. എന്നാൽ ഡിസലോ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എപ്പോൾ കിട്ടണോ അപ്പം നമ്മൾ ടാക്സ് കൊടുക്കണം. ഇവിടെ പറഞ്ഞേക്കുന്നത് ബാഡ് ഡെറ്റ് റിക്കവേർഡ് നൗ. ഇപ്പം നമുക്ക് കിട്ടിയ 10,000 രൂപയുടെ ബാഡ് ഡെറ്റ് കഴിഞ്ഞ വർഷം നമുക്ക് അലോ ചെയ്യാത്തതാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ വർഷം 10,000 എഴുതിയിരുന്നെങ്കിൽ നമുക്ക് അതിന് ഡിഡക്ഷൻ ഇൻകം ടാക്സുകാർ തന്നിട്ടില്ല എന്ന്. ഡിഡക്ഷൻ തന്നിട്ടില്ല എന്ന് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മൾ അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം കിട്ടുമ്പോൾ ഇനി വീണ്ടും ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് പക്ഷേ ക്രെഡിറ്റിൽ അദ്ദേഹം എഴുതിയിട്ടുമുണ്ട് ബാഡ് ഡെറ്റ് റിക്കവേർഡെന്ന്, അത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബാഡ് ഡെറ്റ് റിക്കവേർഡ് മൈനസ് ചെയ്ത് കളയുക. എന്നാൽ അലൗഡ് എർലിയർ എന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞെങ്കിലോ, കഴിഞ്ഞ കൊല്ലം നമുക്ക് ഡിഡക്ഷൻ കിട്ടി, അലോ ചെയ്തു, ഡിഡക്ഷൻ കിട്ടി. ഈ വർഷം അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണം, ക്രെഡിറ്റിൽ ചെയ്യണം. അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. നോട്ട് അലൗഡ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുക. അലൗഡ് എന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി. അപ്പോൾ അതാണ് പ്രോബ്ലം. ഇനി നമുക്ക് ആ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ. If depreciation is given in adjustments, നമുക്ക് ചില കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും, അതോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലും ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നാൽ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം, എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ ആസ് പെർ പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തേക്കുന്ന ഡിപ്രീസിയേഷൻ 7,000. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്ന ഡിപ്രീസിയേഷൻ 10,000. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ബിസിനസ്സുകാരൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തേക്കണം, അതായത് ഡിഡക്ഷൻ കൊടുത്തേക്കുന്ന ഡിപ്രീസിയേഷൻ 7,000. എന്നാൽ ആക്ച്വലി ഇൻകം ടാക്സുകാർ അനുവദിക്കുന്ന ഡിപ്രീസിയേഷൻ 10,000. ഇങ്ങനെ തന്നാൽ അതിൻ്റെ അർത്ഥം 3,000 കൂടെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം എന്നല്ലേ. ബിസിനസ്സുകാരൻ 7,000 കുറച്ചിട്ടുള്ളൂ, 3,000 കൂടെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് എമൗണ്ട് 3,000 നമ്മൾ എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ഏതിൽ നിന്ന്? ഡിഡക്റ്റ് ഫ്രം നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കേസ്, ഇത് കേസ് 1. ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നേക്കണത് ഡെബിറ്റ് ചെയ്തേക്കണത് 10,000 ഡിഡക്ഷനായിട്ട് അവർ കുറച്ചേക്കണേ. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറയ്ക്കാം എന്ന് പറയണത് എത്രയാണ്? 7,000. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ആക്ച്വലി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കാൻ പാടുള്ളത് 7,000 ഉള്ളൂ, പക്ഷേ അവർ കുറച്ച് വച്ചേക്കണത് 10,000. അപ്പോൾ 3,000 രൂപ എക്സ്ട്രാ ഡിഡക്റ്റ് ചെയ്തേക്കല്ലേ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നെറ്റ് എമൗണ്ട് 3,000 എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഓൾറെഡി ഡിഡക്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ടു നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് വയ്ക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന്, ആദ്യത്തെ കേസിൽ എക്സാമ്പിളിൽ എന്താ പറഞ്ഞത്? ഇത് കേസ് 2.
അപ്പോൾ നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യത്തെ കേസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തേക്കുന്നത് 7000, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്നത് 10000. അപ്പോൾ നെറ്റ് എമൗണ്ട് 3000 നിങ്ങൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. കാരണം 10000 കുറയ്ക്കാവുന്നതാണ്, അയാൾ 7000 കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 3000 കൂടെ നമുക്ക് കുറച്ച് കൊടുക്കാം. എന്നാൽ രണ്ടാമത്തെ കേസിലോ അയാൾ കുറച്ചേക്കണത് 10000, എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞേക്കണത് 7000 കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3000 എക്സ്ട്രാ കുറച്ച് വെച്ചേക്കാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ 3000 പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഈ കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ശരിക്കും ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പ്രോബ്ലം വായിച്ച് നോക്കി ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അതെങ്ങനെ ആഡ് ചെയ്യേണ്ടത് ലെസ് ചെയ്താലോ ലെസ് ചെയ്യേണ്ടത് ആഡ് ചെയ്താലോ മൊത്തം തെറ്റും അല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മിസ്സ് പറഞ്ഞു തരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ പ്രോബ്ലത്തിലും ഞാൻ അതാണ് അഡോപ്റ്റ് ചെയ്യാറ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എത്രയായിക്കോട്ടെ, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസ് 3 മിസ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നേക്കണ ഡിപ്രീസിയേഷൻ ആഡ് ടു നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കണ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കണ ഡിപ്രീസിയേഷൻ ലെസ് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് എഫക്റ്റ് വന്നോളും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നേക്കണത് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്നത് ലെസ് ചെയ്യുക. ഓക്കെ, ഇതാണ് എൻ്റെ മെത്തേഡ്. അത് നമ്മുടെ ഈ എക്സാമ്പിളിൽ കാണിച്ചു തരാം. കേസ് 1 ഞാൻ എന്ത് ചെയ്യും? 7000 ആഡ് ചെയ്യും, 10000 ലെസ് ചെയ്യും. ഇപ്പം നെറ്റ് എഫക്റ്റ് എന്താ ഉണ്ടായിരിക്കണേന്ന് നോക്കൂ. 7000 ആഡ് ചെയ്തു, 10000 ലെസ് ചെയ്തു. അപ്പോൾ ഇവിടെ 3000 എക്സ്ട്രാ ലെസ് ചെയ്തു. അതല്ലേ ഇവിടെ പറഞ്ഞേക്കണേ, ഡിഡക്റ്റ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് എന്ന്. ഓട്ടോമാറ്റിക് എഫക്റ്റ് വന്നു. കേസ് 2 മിസ് 10000 ആഡ് ചെയ്തു, എന്നിട്ട് 7000 ലെസ് ചെയ്തു. ഇപ്പം നെറ്റ് എഫക്റ്റ് എന്താ വന്നേക്കണേ നോക്കൂ. 3000 ആഡ് ചെയ്ത എഫക്റ്റ് വന്നു. അപ്പോൾ ഈ കേസിൽ ഓട്ടോമാറ്റിക് എഫക്റ്റ് വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നേക്കുന്ന ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്ന ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുക. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്തേക്കണേ. ഇനി ഇങ്ങോട്ടുള്ള പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യണം നോക്കാം. Computation of business income of Vikas Traders for the assessment year 2020-21. Net profit as per P&L account 1,04,600. Add disallowed expenses, proprietor salary, interest on capital, donation, പിന്നെ ഡിപ്രീസിയേഷൻ. മിസ്സിൻ്റെ തൊട്ട് മുൻപത്തെ കേട്ടുള്ളൂ നിങ്ങൾ. അപ്പോൾ എന്താ ഡിപ്രീസിയേഷൻ അങ്ങനെ ചെയ്തേക്കണമെന്ന് മനസ്സിലായിണ്ടോ? ആസ് പെർ P&L അക്കൗണ്ട് മിസ് ആഡ് ചെയ്തു, തൊട്ട് താഴെ ആസ് പെർ അഡ്ജസ്റ്റ്മെൻറ്റ് മിസ് ലെസ് ചെയ്തു. അത് ലെസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പ്രോബ്ലം പോവും. അപ്പോൾ അത് തെറ്റിക്കരുത്. പിന്നെ ഡൊണേഷൻ, ഇൻകം ടാക്സ്, അഡ്വാൻസ് ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, കാർ എക്സ്പെൻസസ് അത്രയും ആഡ് ചെയ്ത് വച്ചു. പിന്നെ എന്താ ചെയ്തേ? എക്സ്പെൻസസ് നോട്ട് ഡെബിറ്റഡ് ടു P&L അക്കൗണ്ടും ഇൻകംസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്സും മൈനസ് ചെയ്ത് കളഞ്ഞു. അതിൽ ആദ്യം ചെയ്യേണ്ട ഡിപ്രീസിയേഷനാണ്, അത് മറക്കരുത്. പിന്നെ ഡിവിഡൻഡ് അതർ ഇൻകം ആയതുകൊണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി അതർ ഇൻകം ആയതുകൊണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് കാർ അതും ബിസിനസ് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് മൈനസ് ചെയ്തു. ഗിഫ്റ്റ് ബിസിനസ് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് മൈനസ് ചെയ്തു. പിന്നെന്താ വേണ്ടേ? ബാഡ് ഡെറ്റ് റിക്കവേർഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിക്കാതെ ചെയ്യുക. അത് മാത്രം 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ബാഡ് ഡെറ്റ് റിക്കവേർഡ് വന്നാൽ എന്താ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അതൊന്നുകൂടെ മിസ് പറയാം. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും P&L അക്കൗണ്ടിൽ എഴുതാറുള്ള ഒരു എക്സ്പെൻസാണ്. നമുക്ക് അലോ ചെയ്ത് കിട്ടാനുള്ളൊരു എക്സ്പെൻസാണ്. ചില സമയത്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് അനുവദിക്കില്ല, നമുക്ക് അലോ ചെയ്ത് തരില്ല. നിങ്ങൾക്കത് അങ്ങനെ ബാഡ് ഡെറ്റ് വരില്ല, എല്ലാവരും പൈസ തരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിലപ്പോൾ ഡിസലോ ചെയ്യും. ഡിസലോ ചെയ്ത അർത്ഥം എന്താണ്? നമുക്ക് ഡിഡക്ഷൻ കിട്ടിയില്ല, നമ്മൾ ഇൻകം ടാക്സ് അതിന് കൊടുത്തു. ഏത് വർഷമാണോ നമ്മൾ ബാഡ് ഡെറ്റ് ചെയ്തേ ആ വർഷം തന്നെ അതിന് ഇൻകം ടാക്സ് കൊടുത്തു എന്നർത്ഥം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഇയറിൽ ആ ബാഡ് ഡെറ്റ് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുമ്പോൾ വീണ്ടും ടാക്സ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല.
നമുക്ക് ടാക്സ് വീണ്ടും കൊടുക്കണ്ട, അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുകയും വേണ്ട. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഓൾറെഡി അയാൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കത് കഴിഞ്ഞ വർഷം ഡിഡക്ഷൻ കിട്ടാത്തതാണ്. കഴിഞ്ഞ വർഷം തന്നെ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഇനി വീണ്ടും കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് മൈനസ് ചെയ്ത് കളയുക. മനസ്സിലായോ? അപ്പോൾ ഇനി ടിപ്പായിട്ട് ഓർക്കണമെങ്കിൽ പറയാം, ബാഡ് ഡെറ്റ് നോട്ട് അലൗഡ് ഏർലിയർ എന്നാണ് പറയണമെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുക, ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. ബാഡ് ഡെറ്റ് അലൗഡ് ഏർലിയർ എന്നാണ് പറയണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട, പ്രോബ്ലത്തിൽ തന്നേക്കണം അതേപോലെ ഇടുക, ഒന്നും ചെയ്യണ്ട. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,04,600 നെറ്റ് പ്രോഫിറ്റ്, എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ 60,000, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 1,64,600. ഇനി ടോട്ടൽ ഇൻകംസ് 71,000, അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ടാക്സബിൾ ബിസിനസ് ഇൻകം ഓഫ് ദ അസസി ഈസ് 93,600. ഓക്കെ, ബിസിനസ്സിൻ്റെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോബ്ലമാണ് മിസ് ഇത് ഇട്ടേക്കണേ. അപ്പോൾ ഓരോ പോയിൻറ്റും എങ്ങനെയാണ് വന്നേക്കണേ എന്നുള്ളത് നോക്കുക. അടുത്ത ക്ലാസ്സുകളിലായിട്ട് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുള്ള പ്രോബ്ലംസ് മിസ് ഇട്ടേക്കാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് വരുമ്പോൾ പേഴ്സണലി ചോദിക്കുക. ഓക്കെ, താങ്ക് യു.